പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹജ്ജിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. ഹാജിമാര് പരിശുദ്ധമായ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ട ഹാജിമാർ, പുറപ്പെടാനിരിക്കുന്നവർ, ഹാജിമാർ, ഹജ്ജുമ്മമാർ, അള്ളാഹു അവർക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടി ഹജ്ജിന്റെയും ഉംറയുടെയും അമലുകൾ നിർവഹിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്തി മടങ്ങി വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് മുടങ്ങിയിരിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ഏജൻസികൾ വഴിയൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം ആഗ്രഹിച്ച് എല്ലാ രൂപത്തിലും തയ്യാറായ ശേഷവും യാത്ര മുടങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുമാറാകട്ടെ. അവർക്കും പുറപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹജ്ജിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഒരു ഹാജി മക്കയിൽ അല്ലെങ്കിൽ കഅബയും കേന്ദ്രീകരിച്ച് നിർവഹിക്കപ്പെടുന്ന ആരാധനകളും അനുഷ്ഠാനങ്ങളും അവരവിടെ ഹജ്ജിന്റെ അമലുകളിൽ നിരതരാകുമ്പോൾ ഹാജിമാരല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം പല നിലയ്ക്ക് അവരോട് ഐക്യപ്പെടാനുണ്ട്. ചില അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പോലെ നമുക്കും തന്നിട്ടുണ്ട്. അവർ തവാഫ് ചെയ്യുന്നു, നമുക്ക് തവാഫ് ചെയ്യാനാകില്ല, നാം ഹജ്ജിന് പുറപ്പെട്ടിട്ടില്ല. അവർ സഈ ചെയ്യുന്നു, നമുക്ക് സഈ ചെയ്യാൻ സാധ്യമല്ല ഇവിടെ ഇരുന്നു കൊണ്ട്. അവർ മുസ്ദലിഫയിൽ മിനയിൽ രാപാർക്കുന്നു, മശ്അറുൽ ഹറാമിൽ അറഫയിൽ സംഗമിക്കുന്നു, ജംറയിൽ എറിയുന്നു. ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ ഉംറയുടെ പല അമലുകളും നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ദുൽഹജ്ജ് 10 നെഹ്റിന്റെ അന്ന് അവർ ചെയ്യുന്ന അതേ അമൽ നമുക്കും ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഉദ്ഹിയ എന്ന് വളരെ ലളിതമായി നമുക്ക് പറയാം. അവർ അവിടെ ഹദിയിനെ അറുക്കുന്നു, ബലി കർമ്മം നിർവഹിക്കുന്നു. നമ്മൾ ഇവിടെ ഉദ്ഹിയ എന്ന പേരിൽ ആ അമല് നിർവഹിക്കും. ബലി കർമ്മം എന്ന് പറയുന്നത് കേവലം രക്തം ഒഴുക്കലല്ല, ഒരു മൃഗത്തെ അറുക്കലല്ല, മറിച്ച് ഏതൊരു അനുഷ്ഠാനങ്ങളുടെയും തനതായ ലക്ഷ്യം തഖ്വയാണ് എന്ന് പറയുന്നത് പോലെ ഉദ്ഹിയയുടെയും തനതായ ലക്ഷ്യം തഖ്വയാണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ബലിമൃഗങ്ങളുടെ മാംസങ്ങൾ അല്ലാഹുവിന് വേണ്ട, വലാ ദിമാഉഹാ രക്തങ്ങളും അല്ലാഹുവിന് വേണ്ട. നിങ്ങൾ അറുത്ത് നിങ്ങൾ ഭക്ഷിക്കുന്നത്, പക്ഷേ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്ന തഖ്വയാണ്, സൂക്ഷ്മതയാണ്. അതിന് സമർപ്പണമെന്ന് പറയാം, അർപ്പണമെന്ന് പറയാം. അതിന് സൂക്ഷ്മതയെന്നോ ധാർമ്മികതയെന്നോ എല്ലാ ആരാധനകളും അങ്ങനെയാണ്. നിസ്കാരം ഒരു സമർപ്പണമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായ സമർപ്പണമാണ്, ശരീരത്തിന്റെ സമർപ്പണമാണ് നമസ്കാരം. സാമ്പത്തികമായി നാം ചെയ്യുന്ന സമർപ്പണമാണ് ഉദ്ഹിയയാണ് സകാത്ത്. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഉദ്ഹിയയാണ് ഹജ്ജ്. അങ്ങനെ ഒരു സമർപ്പണമാണ് നോമ്പ്. എല്ലാം തഖ്വ, എല്ലാം അല്ലാഹുവിന് വേണ്ടിയുള്ള സമർപ്പണം, മുസ്ലിമാകാനുള്ള പരിശീലനം. നാം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ താല്പര്യങ്ങളെ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴിൽ എല്ലാ താല്പര്യങ്ങളും കഴിഞ്ഞിട്ട് അല്ലാഹു എന്നതല്ല. നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ സമ്പത്തുണ്ട്, നാം സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സമ്പത്തുണ്ട്. ഇതിനേക്കാളെല്ലാം മീതെ പടച്ചവനെ നാം കാണണം. പടച്ചവന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ഇതാണ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം ഉദ്ഹിയ എന്ന് പറയുന്ന അമലിലൂടെ നമ്മളെ പഠിപ്പിച്ചത്.
ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബത്തി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. രണ്ടുപേരും മുസ്ലിം ആകാനുള്ള ഒരു പ്രാക്ടീസ് ആണ്. രണ്ടുപേരും മുസ്ലിം ആകുന്നു, വാപ്പയും മകനും. പിതാവായ ഇബ്രാഹിമും അറുക്കപ്പെടാൻ വേണ്ടി വിധേയമാക്കപ്പെട്ട മകൻ അത് ഇസ്മായിലാണോ ഇസ്ഹാഖാണോ എന്ന ചരിത്രത്തിൽ വ്യത്യസ്തമായ ശക്തമായ രണ്ട് നിരൂപണങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്തായാലും മകൻ ഇസ്മായിലാണ് എന്ന് പ്രബലമായ അഭിപ്രായം. ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ നിന്നെ കാണുന്നു. അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നതായി. ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം, നീ എന്തു പറയുന്നു? ഖാല യാ അബതി ഫഅൽ മാ തുഅമർ, പിതാവ് തയ്യാറായി എന്നാണ്. വാപ്പ തയ്യാറായി. എന്തിനാ തയ്യാറായിരിക്കുന്നത്? വയോവാർദ്ധക്യത്തിൽ താൻ പ്രതീക്ഷ നഷ്ടപ്പെടുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ തനിക്ക് ലഭിച്ച മകനെ അള്ളാഹുവിന്റെ മുന്നിൽ ബലികർമ്മം നിർവഹിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് മകനെക്കാളും വലുത് അള്ളയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞു വാപ്പയായ ഇബ്രാഹിം തയ്യാറായി അലൈഹിസ്സലാം. പിതാവ് ഇബ്രാഹിം തയ്യാറായി. മകനോട് ചോദിക്കാണ്, വാപ്പയുടെ ആത്മസമർപ്പണം, അർപ്പണം, തഖ്വ നിനക്കുണ്ടോന്നാ ചോദ്യത്തിന്. മാദാ തറ, നീ എന്തു പറയുന്നു? ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിന്റെ പേരാണ് തഖ്വയെങ്കിൽ, ഇസ്ലാമാകുന്ന അനുസരണയെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെടലെങ്കിൽ, ഉദ്ഹിയയെങ്കിൽ, പറയൂ എന്താണ് നിന്റെ അഭിപ്രായം? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, തീർച്ച നാളെ പരലോകത്ത് എന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അങ്ങക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ ഈ യൗവനം അല്ലെങ്കിൽ ഈ കൗമാരം, എന്റെ ഈ ചെറുപ്പം സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഞാനും ഒരുക്കമാകുന്നു. അപ്പയും തയ്യാറായി, മകനും തയ്യാറായി. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, ഫലമ്മാ അസ്ലമാ, രണ്ടുപേരും മുസ്ലിമായപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ മാനസികമായും ശാരീരികമായും തയ്യാറായി. വതല്ലഹു ലിൽ ജബീൻ, ആ മകനെ മലർത്തി കിടത്തുകയും ചെയ്തു, അറുക്കാൻ വേണ്ടി കത്തിയെടുത്തു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത അർറുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. വനാദൈനാഹു, കത്തി ഇബ്രാഹിമിന്റെ കഴുത്തിലേക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാം മകന്റെ കഴുത്തിലേക്ക് ചലിപ്പിച്ചതും, വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു എന്ന്. അയ്യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, അവിടെ നിർത്തൂ. അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത അർറുയാ, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഒരു പ്രവാചകൻ കണ്ട സ്വപ്നമാണ്, അറുത്തതായിട്ടല്ല അറുക്കുന്നതായിട്ടാണ് കണ്ട സ്വപ്നം. ഒരു പ്രവാചകൻ കണ്ട സ്വപ്നം പുലരണം. അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടു, അറുത്തതായിട്ടല്ല, അറുക്കുന്നതായി കണ്ട സ്വപ്നം പുലരണം. അറുക്കാൻ ഒരുങ്ങി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കുവാൻ പുറപ്പെട്ടത് ഹിജ്റ 6-ാം വർഷം ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആളുകൾ ചോദിച്ചു, തിരിച്ച് ആ ഉംറ നിർവഹിക്കാൻ കഴിയാതെ തിരിച്ചുപോയ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോ ഈ ഇഹ്റാമൊക്കെ കെട്ടി നാം മക്കയിലേക്ക് പുറപ്പെട്ടത്? ഇത് തിരിച്ചുപോയി കഴിഞ്ഞാൽ അങ്ങയുടെ സ്വപ്നമല്ലേ സാക്ഷാത്കരിക്കാതെ പെടാതെ പോകുന്നത്? അതൊരു പ്രവാചകന്റെ സ്വപ്നത്തിന് ഉചിതമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, തീർച്ചയായിട്ടും അള്ളാഹു കാണിച്ചു തന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഹിജ്റ 6-ൽ നടക്കാനിരുന്ന ഉംറ ഹിജ്റ 7-ൽ നിർവഹിക്കപ്പെട്ടത് എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹ്യാണ്,
അള്ളാഹു കൊടുക്കുന്ന സന്ദേശമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് മകന്റെ കഴുത്തിൽ കടാര ചലിപ്പിക്കാൻ സ്വപ്നത്തിലൂടെ അള്ളാഹു നൽകിയ ബോധനം അത് വഹയാണ്, അള്ളാഹു നൽകിയ സന്ദേശമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ തയ്യാറായി. അള്ളാഹുവിന്റെ സംബോധന വന്നു, അയ്യാ ഇബ്രാഹിം, നിർത്തു ഇബ്രാഹിം. ആ ഒരു സംബോധന വന്നില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിന് ഒരു അർത്ഥവുമില്ലായിരുന്നു. എങ്ങാനും ആ കത്തി താഴേക്കൊന്ന് അമർന്നിരുന്നുവെങ്കിൽ ഇബ്രാഹിം ഇസ്മായിലോ അല്ലെങ്കിൽ ഇസ്ഹാഖോ ബലി കഴിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇസ്ലാമിന് ഒരർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നാം കേട്ട് പരിചയിച്ച ഇബ്രാഹിമി പൈതൃകത്തിന് എന്തർത്ഥമാണ്? പരിശുദ്ധ ഖുർആൻ അടിവരയിടുന്നതാണ് ഇബ്രാഹിമി പൈതൃകം. ഫത്തബിഉ മില്ലത ഇബ്രാഹിം. അങ്ങ് അനുധാവനം ചെയ്യേണ്ടത് ഇബ്രാഹിമിന്റെ മാർഗമാണ്, പൈതൃകമാണ്. അത് നിങ്ങൾ എന്ന് പറഞ്ഞു. ഒരായത്തിൽ പറഞ്ഞു താങ്കളും പിൻപറ്റണം മില്ലത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിമിന്റെ പൈതൃകം. ഒരു മകന്റെ കഴുത്തിലേക്ക് കടാര ചലിപ്പിച്ച് ആ മകനെ ബലി കഴിപ്പിച്ചിരുന്നുവെങ്കിൽ മില്ലത്തെ ഇബ്രാഹിമിന് ഒരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. ആ മില്ലത്തെ ഇബ്രാഹിമിനെ ഉദ്ധരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാമിക ദർശനത്തിനും ഒരർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. നരബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദർശനത്തിന് കാലാന്തരങ്ങൾ താണ്ടി പോകുവാനുള്ള എന്ത് യോഗ്യതയാണ് ഉണ്ടാവുക? ഇസ്ലാം പ്രകൃതിയുടെ ദർശനമാണ് എന്ന് പറയുന്നത് അതിന്റെ പിന്നിലെ അർത്ഥം എന്താണ്? അല്ലെ, അങ്ങനെ ഒരു അർത്ഥമില്ലല്ലോ. നരബലിക്കെതിരെയുള്ള ശക്തമായ ഒരു സൈറനാണത്. അയ്യാ ഇബ്രാഹിം, അയ്യാ ഇബ്രാഹിം, അവിടെ നിർത്തു എന്ന് പറയുന്നത് പൗരാണിക കാലഘട്ടങ്ങളിൽ വിവിധ സംസ്കാരങ്ങളിൽ വിവിധ ജാതി ദർശനങ്ങളിൽ നരബലികൾ നിലനിന്നിരുന്ന നരബലിക്കെതിരെയുള്ള സൈറനാണ് അയ്യാ ഇബ്രാഹിം, നിർത്തു ഇബ്രാഹിം എന്ന് പറയുന്നത്. പൗരാണിക ഈജിപ്തിൽ അവിടെയുള്ള ഭരണാധികാരികൾ മരിക്കുമ്പോ അവിടെയുണ്ടായിരുന്ന ആ ഭരണാധികാരികളുടെ ഭൃത്യന്മാരെ, സേവകരെയും കൂടെ അവരുടെ കൂടെ പറഞ്ഞേക്കും, പരലോകത്ത് ഇവിടെ സേവിച്ചതുപോലെ അവിടെ സേവിക്കാൻ. അങ്ങനെയൊക്കെ ആചാരങ്ങൾ നിലനിന്നിരുന്ന പൗരാണിക യുഗം ചൈനയിലുണ്ടായിരുന്നു. പൗരാണിക ചൈനയിൽ പ്രത്യേകിച്ച് ഷാങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ നരബലി സർവസാധാരണമായി നടന്നിരുന്നു. പൗരാണിക അമേരിക്കയുടെ തദ്ദേശ സംസ്കാരങ്ങളിൽ നരബലി നിലനിന്നിരുന്നു. ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ, ഉപഭൂഖണ്ഡങ്ങളിൽ, രാജ്യങ്ങളിൽ അവരുടെ പൗരാണിക സംസ്കാരങ്ങളിൽ മനുഷ്യരെ കുരുതിക്ക് കൊടുക്കുന്ന നരബലിക്കെതിരെയുള്ള സൈറനാണ് അയ്യാ ഇബ്രാഹിം, നിർത്തു അവിടെ എന്ന് പറയുന്നത്. പരിശുദ്ധമായ ദീൻ നരബലിക്കെതിരാണ്. അങ്ങനെയാണ് ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞിനെ കൊണ്ട് കുഴിച്ചു മൂടിയിരുന്ന സമ്പ്രദായത്തെ ഇസ്ലാമിനോളം ചോദ്യം ചെയ്ത ഒരു ദർശനം വേറെയുണ്ടോ? വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി പിതാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുമെന്ന്, എന്തിനാണ് വാപ്പാ താങ്കൾ എന്നെ കുഴിച്ചു മൂടിയത് എന്ന്. അങ്ങനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട ദർശനം. ഇബ്രാഹിമിന്റെ കത്തി ആ കഴുത്തിന് താഴേക്ക് താഴുകയില്ല. അത് ഇസ്ലാമിക ദർശനത്തിന്റെ സത്യസന്ധതയാണ്. സമകാലിക ഓരോ കാലങ്ങൾ പിന്നിട്ട് സഞ്ചരിക്കേണ്ട ദർശനമാണ് പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത്. നാം അദ്ദേഹത്തിന് ഒരു അറുക്കാനുള്ള ഒരു മൃഗത്തെ പകരം കൊടുത്തു. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ള നിരവധിയായ കാര്യങ്ങൾ ഹലാലാക്കിയ കൂട്ടത്തിൽ മാംസം ഉപയോഗിക്കലും ഹലാലാക്കി. നിങ്ങൾ സസ്യങ്ങൾ മാത്രം കഴിക്കുക, മാംസം കഴിക്കണ്ട എന്നല്ല. ചില വേളകളിൽ നമുക്ക് തോന്നും മാംസാഹാരമാണ് സസ്യാഹാരത്തെക്കാളും നല്ലത് എന്ന് പോലും തോന്നുമാറ്. അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ.
ഇസ്രായേലികൾക്ക് മാംസാഹാരം ഇറക്കി കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല, മന്നും സൽവയും. അവര് കുറെ കാലം മന്നും സൽവയും കഴിച്ച ശേഷം അവര് പറഞ്ഞു, ഞങ്ങൾക്ക് പയറും പച്ചക്കറിയും വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഏറ്റവും ഉജ്ജ്വലമായ മാംസാഹാരം ലഭിച്ചിട്ട് അത് വേണ്ട എന്ന്, അത് തിരസ്കരിച്ചുകൊണ്ട് അതിന് താഴെ നിൽക്കുന്ന സസ്യാഹാരമാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞു. സസ്യാഹാരം മോശമാക്കുകയല്ല, മാംസാഹാരത്തെ പരിശുദ്ധമായ ദീൻ പ്രോത്സാഹിപ്പിച്ചു. അതിലൊക്കെ ഒരു മിതമായ ഒരു സമീപനം സ്വീകരിച്ചു. തീരെ അതിനെയൊക്കെ ഞങ്ങൾ മൃഗസംരക്ഷകരാണ് എന്ന് പറഞ്ഞ് തൊഴുത്തിൽ കൊണ്ട് ഈ പറയുന്ന മാടുകളെ കൊണ്ട് നിരത്തി നിർത്തി അതിന് വേണ്ട പരിചരണം നൽകാതെ ശിക്ഷിക്കുന്നതിനു പകരം കൃത്യമായ രൂപത്തിൽ വ്യവസ്ഥാപിതമായി മാന്യമായി സംശുദ്ധിയോടുകൂടി ബലികർമ്മത്തിലൂടെയും അറവിലൂടെയും ആ രംഗം പരിഹരിക്കപ്പെടും വിധം ഒരു മിതമായ സമീപനം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലനിർത്തി. മാംസാഹാരം കഴിച്ചാൽ അവൻ ക്രൂരനാകുമെന്നും സസ്യാഹാരം കഴിച്ചാൽ അവൻ വളരെ സമാധാനപ്രിയനാകുമെന്നും ഒക്കെ പണ്ട് പറയുമായിരുന്നു. ഇപ്പൊ അത് പറയാറില്ല, പറഞ്ഞു കേൾക്കാറില്ല. കാരണം ഇന്ത്യയിൽ നിന്നുകൊണ്ടത് പറഞ്ഞാൽ നമുക്ക് ചിരി വരും. സസ്യാഹാരം കഴിക്കുന്നവരൊക്കെ വളരെ മിതവാദികളും സമാധാനപ്രിയരുമാണ് എന്ന് പറഞ്ഞാൽ ക്രൂരതയും കാരുണ്യവും മനുഷ്യന്റെ ശരീരത്തിൽ സന്നിവേശിപ്പിക്കുന്നതിന് ഈ പറയുന്ന രൂപത്തിലുള്ള മാംസാഹാരമോ സസ്യാഹാരമോ അല്ല. മാംസാഹാരമാണെങ്കിലും സസ്യാഹാരമാണെങ്കിലും അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ആത്മീയമായ ബോധ്യങ്ങളാണ്. ആ ആത്മീയമായ ബോധ്യം ഇലാഹിയായ നിർദ്ദേശങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇലാഹിയായ നിർദ്ദേശങ്ങളിൽ അധിഷ്ഠിതമായി ആത്മീയമായ ബോധ്യങ്ങളിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യനെ ആക്രമിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കും. അത് മാംസാഹാരിയും അകന്നു നിൽക്കും, സസ്യാഹാരിയും അകന്നു നിൽക്കും. അതല്ലേ മൃഗത്തോട്, നാൽക്കാലികളോട് മൃഗസ്നേഹം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ എത്രയാണ് നാൽക്കാലികളോടുള്ള കാരുണ്യം പഠിപ്പിക്കുന്ന ഹദീസുകൾ. ഇർകബൂഹാ സാലിമതൻ വദഊഹാ സാലിമതൻ വലാ തത്തഖിദൂഹാ കറാസിയ ലിഹദീസികും ഫിത്തുർഖി വൽ അസ്വാഖ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സാലിമത്തൻ, നിങ്ങൾ സുരക്ഷിതരാകുന്നതിനോടൊപ്പം സാലിമത്തൻ, നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങൾ, കുതിരകൾ, കഴുതകൾ അതും സുരക്ഷിതമായിരിക്കണം കേട്ടോ. അതിന്റെ ആരോഗ്യം സുരക്ഷിതമായിരിക്കണം. വദഊഹാ സാലിമത്തൻ, യാത്ര കഴിഞ്ഞ് അതിനെ ഒരു സ്ഥലത്തേക്ക് വിടുമ്പോ സാലിമത്തൻ, അതും സുരക്ഷിതമായി വിടണം. വലാ തത്തഖിദൂഹാ കറാസിയ ലിഹദീസികും, നിങ്ങളുടെ ഫിത്തുർഖി വൽ അസ്വാഖ്, കമ്പോളങ്ങളിലും വഴികളിലും നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള കസേരകളായി നിങ്ങൾ നാൽക്കാലികളെ സ്വീകരിക്കരുത് എന്നും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണ് മൃഗസ്നേഹം പഠിപ്പിക്കുന്നത്? ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയുമാണോ? ബൈനമാ റജുലുൻ യംശി ബിതരീഖിൻ, ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഇസ്തദ്ദ അലൈഹിൽ അതശു, ദാഹം കഠിനമായി. ഫവജദ ബിഅറൻ ഫനസല, ഒരു കിണർ കണ്ടു, അയാൾ അവിടെ ഇറങ്ങി. അയാൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചു. ശേഷം അയാൾ മുകളിലേക്ക് നോക്കുമ്പോ ആ കിണറിന്റെ ചാരെ ഒരു നായ ദാഹിച്ച് അവശനായി നിന്നപ്പോൾ തന്റെ ഹുഫയിൽ ആ വെള്ളം നിറച്ചുകൊണ്ട്, അതിൽ നിന്ന് വെള്ളം നിറച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ആ നായക്കുട്ടിയെ അല്ലെങ്കിൽ ആ നായയെ വെള്ളം കുടിപ്പിച്ചു. ഫശക്കറല്ലാഹ, എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. ഫഗുഫിറ ലഹു, ആ മനുഷ്യൻ അല്ലാഹു തആല എല്ലാ തിന്മകളും അതിന്റെ പേരിൽ പുറത്തു കൊടുത്തു. ഇത് പറഞ്ഞ് പ്രിയപ്പെട്ട നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു, വ ഇന്ന ലനാ ഫിൽ ബഹാഇമി ലഅജ്റൻ യാ റസൂലല്ലാഹ്, നാൽക്കാലികളിൽ പോലും ഞങ്ങൾക്ക് പുണ്യമുണ്ടോ പ്രവാചകരെ? ഖാല ഫീ കുല്ലി ദാതി കബദി റത്ബത്തിൻ അജ്ർ, ഓരോ പച്ചക്കരലുള്ള ജന്തുജീവജാലങ്ങളിലും നിങ്ങൾ ചെയ്യുന്നതിന് പുണ്യമുണ്ട്. അത് കഴിഞ്ഞും പ്രിയപ്പെട്ട നബി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ സസ്യങ്ങൾ, ചെടികൾ പോലും പരിരക്ഷിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ ഹിമാരിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു കഴുതയുടെ അടുക്കലൂടെ നടന്നുപോയി. ഖദ് ഉസിമ ഫീ വജ്ഹിഹി, ആ കഴുതയുടെ മുഖത്ത് ശക്തമായി മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫഖാല ലഅനല്ലാഹു അല്ലദീ വസമഹു, ഈ കഴുതയുടെ മുഖത്ത് ശക്തമായി മുറിവേൽപ്പിച്ചവനെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര ഹദീസുകളിൽ നമുക്ക് പ്രവാചകന്റെ പാഠങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, അല്ലാഹു തആല ഇഹ്സാൻ നന്മയെ എഴുതിയിട്ടുണ്ട്. അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് ഫഇദാ ഖതൽതും, നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ ഫഅഹ്സിനുൽ ഖിത്ല, അത് മാന്യമായി ചെയ്യണം. ഇന്ന് കണ്ടില്ലേ, മത്സ്യം നമുക്ക് കടലിൽ നിന്ന് പിടിച്ച് മാന്യമായി അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ കറി വെച്ച് കഴിക്കുന്നു. ഇന്ന് പല രാജ്യങ്ങളിലും, ചൈന പോലെയുള്ള പല രാജ്യങ്ങളിലും കാണാം, മത്സ്യത്തെ കടലിൽ നിന്ന് അത് ഫ്രഷ് ആയിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ പരിമിതമായ ഒരു ഏരിയയിൽ ആ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ഓക്സിജൻ കയറ്റി അതിനെ സംവിധാനിച്ചുകൊണ്ട്, അതിന്റെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട്, വെറും ഉപഭോക്താവിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം, പണത്തിന് വേണ്ടി മാത്രം അതിനെ അന്യായമായി ശിക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, ഒന്നിനെ കൊല്ലേണ്ടി വന്നാൽ അതിൽ നിങ്ങൾ മാന്യത പുലർത്തണം, അതിനെ ബുദ്ധിമുട്ടിക്കരുത്. വഇദാ ദബഹ്തും ഫഅഹ്സിനുദ് ദബഹ, നിങ്ങൾ ഒന്നിനെ അറുക്കാൻ തീരുമാനിച്ചാൽ അതിനെ മാന്യമായ രൂപത്തിൽ അറുക്കണം. വൽയുഹിദ്ദ അഹദുകും ശഫ്റതഹു, നല്ല കത്തിക്ക് നല്ല മൂർച്ചയുണ്ടാകണം. മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് ഒരു ഉരുവിന്റെ കഴുത്തിലേക്ക് ചലിപ്പിക്കുമ്പോ മൂർച്ചയില്ലാത്തതിന്റെ പേരിലുള്ള ദുരന്തവും കൂടെ അത് വഹിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കരുത്. ഫൽയുരിഹ് ദബീഹതഹു, താൻ അറുക്കുന്നതിന് പോലും റാഹത്ത് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലിയെ അറുക്കുമ്പോൾ മറ്റൊന്ന് കാണുന്ന രൂപത്തിൽ അറുക്കരുത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു നാൽക്കാലിയോട് പോലുമുള്ള ഹക്കുകളിൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പരിശുദ്ധമായ ദീൻ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മാഈലിന്റെ കഴുത്തിൽ അമർത്തിയ കത്തി കുറച്ചുകൂടെ താഴ്ത്തുമായിരുന്നു എന്ന്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നരബലിയെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്ന്? ഇത്ര വ്യക്തമായും സുവ്യക്തമായും മൃഗങ്ങളോട് പോലും എങ്ങാനും ചലിപ്പിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ആവർത്തിക്കുന്നു, ഈ പ്രബോധനം ചെയ്യുന്ന ഇസ്ലാമിന് ഒരർത്ഥവുമില്ലെന്നേ, ഉണ്ടാകുമായിരുന്നില്ല. മില്ലത്തെ ഇബ്രാഹിമി പൈതൃകത്തിന് ഒരർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അയ്യാ ഇബ്രാഹിം, വേണ്ട ഇബ്രാഹിമെ നിർത്തൂ അവിടെ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന. അവിടെയാണ് ഇസ്ലാം പ്രസക്തമായത്, അവിടെയാണ് ഇബ്രാഹിമി പൈതൃകം പ്രസക്തമാകുന്നത്. അങ്ങനെ ഒന്ന് കടാര കുറച്ചുകൂടെ അമർത്തിയിരുന്നുവെങ്കിൽ ആരെയാണ് നഷ്ടപ്പെടുന്നത്? ഒന്നുകിൽ ഇസ്മായിലിനെ അല്ലെങ്കിൽ ഇസ്ഹാക്കിനെ. ആരാണവർ? ഒരു സമൂഹത്തിന്റെ, ഒരു നാഗരികതയുടെ പിതാവ് ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്. യാക്കൂബിന്റെ 12 മക്കൾ. ആ 12 മക്കളിൽ നിന്ന് വിശാലമായി ലോകത്തിന്റെ പല ദിക്കുകളിലേക്ക് വ്യാപിച്ച ഇസ്രായേല്യരുടെ പിതാവ് ഇസ്ഹാഖിനെ നഷ്ടമാകുമായിരുന്നില്ലേ? ഇനി അത് ഇസ്മായിലാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും പരവതാനി വിരിച്ച കുടുംബമാണ്, പൈതൃകമാണ്, സന്താന പരമ്പരയാണ് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ, അന ദഅവതു അബി ഇബ്രാഹിം, എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ ദുആയാണ് ഞാൻ അലൈഹിസ്സലാം. ആ ഇസ്മായിലിന്റെ പരമ്പരയല്ലേ? അങ്ങനെയുള്ള മനുഷ്യരെ, അവരെ നരബലിയിലൂടെ തീർക്കാൻ ഒരു ദർശനത്തിനും സാധ്യമല്ല എന്നുള്ളതാണ്. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും, ബലികർമ്മവുമായി ബന്ധപ്പെട്ട് പോലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് അതിന്റെ അവകാശങ്ങൾ ഇത്രമാത്രം പറയാനുണ്ടെങ്കിൽ, മനുഷ്യരുമായി ബന്ധപ്പെട്ട് മാനവികതയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എക്കാലഘട്ടത്തിലും ഏത് ദർശനത്തിന്റെ പേരിൽ, ഏത് ആചാരങ്ങളുടെ പേരിൽ, ഏത് മന്ത്രവാദങ്ങളുടെ പേരിൽ, ഏത് ചൂഷണങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന നരബലിയോടും
ഒക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എതിരാണ് എന്ന വസ്തുത. ഇത് ഉദ്ഹിയ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ അമൽ ഉദ്ഹിയ. എത്രയോ കാലമായി മാംസാഹാരത്താൽ വീട്ടിലെ ചട്ടി ഒന്ന് പുകഞ്ഞിട്ട്, അങ്ങനെ എത്ര മനുഷ്യരുണ്ട് ബലിപെരുന്നാളിന് മാസങ്ങൾക്കിപ്പുറം ഒന്ന് മാംസം വെച്ച് ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലേക്ക്. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ് ഈ ബലിമൃഗങ്ങൾ. നാം അതിനെ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷിപ്പിക്കുവീൻ അൽ ഖാനിഅ, നിങ്ങളോട് ചോദിച്ചു വരുന്നവൻ, അവൻ ആരായിക്കൊള്ളട്ടെ. വൽ മുഅ്തറ, അഭിമാനത്തിന്റെ പേരിൽ ചോദിക്കാതെ വീടുകളിൽ ഇരിക്കുന്ന ആളുകൾക്കും കണ്ടറിഞ്ഞ് നിങ്ങൾ കൊടുക്കണേ. ജാതിയോ മതമോ അവിടെ അള്ളാഹു മാനദണ്ഡമാക്കിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഉദ്ഹിയ വിഷയം പറഞ്ഞപ്പോഴും പറഞ്ഞൊരു വിഷയം ആവർത്തിക്കുന്നു. നമ്മളുടെ സമീപത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് പോലും ഉദ്ഹിയയിൽ നിന്ന് നാം വീട്ടിൽ കറി പാചകം ചെയ്ത് അവർക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഫഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തറ, ഫഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തറ, നിങ്ങൾ ഖാനിഅന് കൊടുക്കണം, നിങ്ങളോട് ചോദിച്ചു വരുന്നവൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. വൽ മുഅ്തറ, ചോദിച്ചു വരാതെ അഭിമാനത്തിന്റെ പേരിൽ മാറി നിൽക്കുന്നവൻ, അയൽവാസികളെ സൽക്കരിക്കാൻ, അതിഥികളെ ബഹുമാനിക്കാൻ. അതുകൊണ്ട് സാധുക്കളായ മനുഷ്യരുടെ വീട്ടിലേക്ക് ഒരു നേരത്തെ മാംസാഹാരം അവരിലേക്ക് എത്തിച്ച് അവർക്കൊരു സന്തോഷം പകരാൻ ഉദ്ഹിയയിലൂടെ കഴിഞ്ഞാൽ, ഞാൻ ആവർത്തിക്കുന്നു, ഉദ്ഹിയ എന്ന് പറയുന്നത് നാം ഭക്ഷിക്കുന്നതിന്റെ പേരല്ല, നാം ഭക്ഷിപ്പിക്കുന്നതിന്റെ പേരാണ്. ഫഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുക. ഫഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുക. ആളുകളെ ചേർത്ത് നിർത്തുക. നമ്മുടെ വീടുകളിലേക്ക് വരുന്നവർ ആ ഇടങ്ങളിൽ, ആ സന്ദർഭങ്ങളിൽ അല്ലെ അതിഥികളായി വരുന്നവരുടെ മുന്നിൽ നാം ആ ഉദ്ഹിയയുടെ മാംസം പാചകം ചെയ്ത് സമർപ്പിക്കുന്നു. എന്ത് പുണ്യമാണ്! അതിഥിയെ സൽക്കരിച്ച പുണ്യം അയൽവാസികൾക്ക് നൽകുന്നു. ഉദ്ഹിയ എന്ന അമല് നിർവഹിച്ച പുണ്യം, അയൽവാസിയെ സൽക്കരിക്കുന്ന പുണ്യം, ഒരുപാട് നന്മകളുടെ കേന്ദ്രമാണ് ഉദ്ഹിയ എന്ന് പറയുന്ന ഈ അമൽ. നമ്മുടെ സമ്പത്ത് നമ്മളുടേതല്ല, നാം നിങ്ങളെ അതിന്റെ പ്രതിനിധികളാക്കിയിരിക്കുന്നു, അതിന്റെ ഹക്കുകൾ നിങ്ങൾ പാലിക്കണമെന്ന്. അതുകൊണ്ട് നിരന്തരമായി നമ്മളോട് ഉത്ബോധനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നന്മകളിൽ നാമും നമ്മുടെ സമ്പത്തും പങ്കാളികളാകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകുന്നതിന് പോലും അത് കാരണമാകും. സമ്പത്തുള്ളവർ മൻ വജദ സഅതൻ വലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന, ഒരാൾക്ക് കഴിവുണ്ടായിട്ട് അവൻ ഉദ്ഹിയ കർമ്മം നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നമസ്കാര സ്ഥലത്ത് അവൻ വന്നു പോകരുത് എന്ന് പോലും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിനാണെന്നറിയോ? മദീനയിൽ ഒരുപാട് ദരിദ്രരായ മനുഷ്യരുണ്ട്. നിങ്ങൾ പെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ സമീപത്ത് താമസിക്കുന്നവർ ആ ആഘോഷങ്ങളിൽ പങ്കാളികളാകാതെ ഇരുന്നാൽ, അതിന്റെ ഒരു സൽക്കാരത്തിൽ പങ്കാളികളാകാതിരുന്നാൽ അത് അത്യന്തം ഗൗരവമായ വിഷയമാണ്. മൻ വജദ സഅതൻ, കഴിവുണ്ടായിട്ടും വലം യുളഹി, ഉദ്ഹിയ കർമ്മം നിർവഹിക്കാത്തവന്റെ പെരുന്നാൾ നമസ്കാരത്തിന് പോലും ഒരു അർത്ഥമില്ലെന്ന് പഠിപ്പിച്ചത് ദാരിദ്ര്യ നിർമാർജനത്തിന്റെ പ്രാധാന്യമാണ്. മുഅ്മിനിന്, മുസ്ലിമിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എത്രമാത്രം പ്രധാനമാണ് എന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉദ്ഹിയ എന്ന് പറയുന്ന ഈ ഉജ്ജ്വലമായ അമല് ഒന്ന് സംഘടിതമായി നിർവഹിക്കുന്നവർക്ക് സംഘടിതമായി നിർവഹിക്കാം, അല്ല സ്വകാര്യമായി ഒരു മാടിനെ അല്ലെങ്കിൽ ഒരു ആടിനെ ആ രൂപത്തിൽ ഒരു ആടിനെ മേടിച്ച് നമ്മുടെ ഉമ്മറത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അധികാരപരിധിയിലോ വെച്ച് അത് നിർവഹിക്കുന്നതും പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സഹാബാക്കൾ ഉദ്ധരിക്കുന്ന കാണാം, കുന്നാ നുസമ്മിനുൽ ഉദ്ഹിയ,
ഞങ്ങൾ ഉദഹിയയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നേരത്തെ തയ്യാറാവുകയും അതിനുവേണ്ടി ഞങ്ങൾ കാലികളെ വളർത്തുകയും അതിന് തീറ്റ കൊടുക്കുകയും അതിന് ഭക്ഷണം കൊടുക്കുകയും അവസാനം അതിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് മാത്രമല്ല, നമ്മളുടെ താല്പര്യം പോലും അള്ളാഹുവിന്റെ മുന്നിൽ അടിയറവ് വയ്ക്കുക എന്ന് പറയുന്ന ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ഉന്നതമായ മൂല്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു.